ഇപ്പം കോൺഗ്രസിനകത്ത് വേറൊരു അമർഷം രൂപം കൊണ്ടിരിക്കുക. അതായത് എം പിമാരായിട്ട് പോയിട്ടുള്ളവർക്കൊക്കെ തിരിച്ച് കേരള നിയമസഭയിലേക്ക് വരണം. ഇത് അവർക്കറിയാം, അവിടെ നിന്നിട്ട് യാതൊരു കഥയുമില്ല, വെറും എം പി ആയിട്ട് തുടരാം. നമുക്കറിയാം 2019 കുഞ്ഞാലിക്കുട്ടി അങ്ങോട്ടേക്ക് പോയതിൻ്റെ ലക്ഷ്യം എന്താണ്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ട് വരും, അപ്പോൾ ഒരു ക്യാബിനറ്റ് റാങ്കോടുകൂടി ഇരിക്കാം, മുസ്ലിം ലീഗിൻ്റെ എന്തോ അഖിലേന്ത്യാ ആളായി മാറാം. പോയ വണ്ടിയിൽ തന്നെ തിരികെ വരികയും ചെയ്തു. ഇപ്പോൾ അമിതമോഹവുമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ എം പിമാരായിട്ടുള്ളവരൊക്കെ തന്നെ മുതിർന്നവരാണ്. കൊടിക്കുന്നിൽ സുരേഷ്, സുധാകരന്, അടൂർ പ്രകാശ്, ബെന്നി ബെഹനാന്, ഇതെല്ലാം കൂടി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്, ഇവരെല്ലാം ജയിച്ചു വന്നാൽ ഇവരെല്ലാം മന്ത്രിമാരാകേണ്ടി വരും. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താനുമുണ്ട്. ഇതെല്ലാം ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? പലതും നഷ്ടപ്പെടുകയും ചെയ്യും. വലിയ രസകരമാണ്. ഇപ്പോൾ ഉടനെ ഇന്ന് പ്രഖ്യാപിക്കാനിരുന്നാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റ്. വാസ്തവത്തിൽ അതിനി തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം കഴിഞ്ഞ് പേടിയാണ് ഇത് പ്രസിദ്ധീകരിക്കാൻ. പേടിയാണ്. പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പിളരുമെന്നുള്ള പേടിയാണ്. വലിയ തലവേദനയാണത്. തൻ്റെ ഇടമുള്ള ഒരൊറ്റ നേതാവില്ല. പണ്ട് പലതവണ ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് സ്ഥിതി. ഒരു ലീഡർഷിപ്പില്ല, ഒരു ലീഡർ ഇല്ലാത്ത അവസ്ഥ. ഇവിടെ നോക്കൂ, ഇപ്പോൾ ഈ കോൺഗ്രസ്സിനെ സാധാരണ നമ്മൾ ഈ കുങ്കിയാനകളെ എന്തിനാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ താപ്പാനകളെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാട്ടാനകളെ മെരുക്കാൻ വേണ്ടി ആണല്ലോ. ഇവിടെ 2 കുങ്കിയാനകൾ കൂടി കോൺഗ്രസിനെ മൊത്തത്തിൽ അങ്ങ് മെരുക്കുക. ഏതെങ്കിലും ഒരു പ്രത്യേകിച്ചൊരാനയല്ല. 2 കുങ്കിയാനകൾ എന്ന് പറയുന്നത്, ഒന്ന് കെ സുധാകരൻ തന്നെ, തലയെടുപ്പുള്ള നേതാവായിരുന്നു. അദ്ദേഹത്തെ ഒതുക്കിയതോടുകൂടി തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഈ പറഞ്ഞ അടൂർ പ്രകാശാണ്. രണ്ടും വളരെ പൊളിറ്റിക്കൽ ഹെവി വെയ്റ്റ്സാണ്. ഏത് മണ്ഡലവും പിടിച്ചടക്കാൻ കരുത്തുള്ള ആനകളാണ്. ഇവരുടെ ജനകീയ സ്വഭാവം മനസ്സിലാക്കണം. അതെ. ഇപ്പൊ സുധാകരന്റെ കാര്യം നോക്കിയാൽ 1996, 2001, 2006 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂരിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. 2009 19 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും വിജയിച്ചു. അടൂർ പ്രകാശ് ആവട്ടെ 96 മുതൽ 2016 വരെയുള്ള എല്ലാ അസംബ്ലി തെരഞ്ഞെടുപ്പുകളിലും കോന്നി മണ്ഡലത്തിൽ തുടർ വിജയം നേടിയിട്ടുണ്ട്. പിന്നെ 2019 2024 ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. വിജയശ്രീ ലാളിതനായ വ്യക്തിയാണ്. 2024 ആറ്റിങ്ങലിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ തോറ്റാ മതി എന്നും പറഞ്ഞ് നിന്ന ആളാണ്. കാരണം അങ്ങനെങ്കിലും തനിക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് വരാമല്ലോ എന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾ വെറുതെ വിട്ടില്ല, ജയിപ്പിച്ചു എന്നുള്ളതാണ്. അത്ര ജനസമ്മതി നേടിയിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിനെ തിരികെ കൊണ്ടുവരണം, അതാണ് വേണ്ടത്. അടൂർ പ്രകാശിനെ ബലാത്കാരമായിട്ട് വിട്ടതല്ലേ പാർലമെന്റിലേക്ക്. ഇതുപോലെയാണ് കെ മുരളീധരനെയും വിട്ടത്. അതുകൊണ്ട് എന്തു പറ്റി? ഈ 2 മണ്ഡലങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് പോയി. വട്ടിയൂർക്കാവ് CPM-ന്റെ കയ്യിലോട്ട് പോയി, കോന്നിയും CPM-ന്റെ കയ്യിൽ ജനീഷ് കുമാർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടൂർ പ്രകാശ് കോന്നിയെ കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ടുള്ള ആളായിട്ടാണ് ഞാൻ പിന്നെ തിരുവഞ്ചൂരിനേക്കാൾ മനോഹരം. തിരുവഞ്ചൂർ കോട്ടയം എങ്ങനെ മനോഹരമാക്കി, അതിനേക്കാൾ മനോഹരമാക്കി കോന്നിയെ. നല്ല മന്ത്രിയുമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് റവന്യൂ മന്ത്രിയായിട്ട് വരുന്നിട്ടുണ്ട്. അതെ. അടൂർ മാത്രമേ അദ്ദേഹം മെനിക്കാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ തലങ്ങളും. സുധാകരൻ എനിക്ക് തോന്നുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ. ആരോഗ്യ പ്രശ്നമല്ല അതിലെ പ്രധാന പ്രശ്നം. ഉണ്ടാക്കിയെടുത്തതായിരിക്കും, ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഇദ്ദേഹത്തിനോടുള്ള വൈരം നമ്മുടെ VD സതീശന് നല്ല രീതിയിലുണ്ട്. അതാണ് ഇപ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാവും കണ്ണൂർ എന്ന് പറയും. അങ്ങനെ ഇപ്പോൾ സ്വയം പ്രഖ്യാപിക്കുന്ന സ്ഥാനാർത്ഥിയുടെ നമുക്ക് വേണ്ട. ഇയാൾ എന്നാ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്നത്? കെ സുധാകരൻ എന്നാ വരുന്നത്? കെ സുധാകരൻ എന്ന് പറയുന്നത് കണ്ണൂർ കോട്ടയാണ്, കോൺഗ്രസിൻ്റെ നെടുങ്കോട്ടയാണ്. സംശയമൊന്നുമില്ലാത്ത ആളാണ് അദ്ദേഹം. തലയെടുപ്പുള്ള അടിച്ചിരുത്തേണ്ടവരെ അടിച്ചിരുത്താൻ അറിയാം. അങ്ങനെയുള്ള നേതാവ് വേണം. അതിന് കഴിവുള്ള ആളാണ് കെ സുധാകരൻ. ഈ കെ സുധാകരനും അടൂർ പ്രകാശും ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലെയും KM മാണിയെപ്പോലെയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയും വാഴ്ത്തി പാടപ്പെടാത്തത് അവർ അധികകാലം മന്ത്രിമാരായിട്ട് ഇരുന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഒരു തവണയും കണ്ടാണ് സുധാകരൻ മന്ത്രിയായിട്ടിരുന്നത് അല്ലേ? അടൂർ പ്രകാശും അതുപോലെ അധികം തവണ ഇരുന്നിട്ടില്ലാത്തത് കൊണ്ട് അവർക്ക് വാഴ്ത്തൽ കിട്ടാതെ പോകുന്നത്. ജനകീയ നേതാക്കന്മാരാ. ഈ അടൂർ പ്രകാശിനെ വാസ്തവത്തിൽ പാർലമെന്റിലേക്ക് അയക്കാൻ ഇതിൻ്റെ UDF-ന്റെ കൺവീനറാക്കാൻ വാസ്തവത്തിൽ പ്രേരിതരാകും. എന്തുകൊണ്ട്? ആ സമവാക്യം ഉണ്ടല്ലോ, ജാതി സമവാക്യം കോൺഗ്രസിൻ്റെ, അത് നിലനിർത്താൻ വേണ്ടിയിട്ട്.
കെ സുധാകരൻ ഒരു ഈഴവ കമ്മ്യൂണിറ്റി പെറ്റ ആളായിരുന്നല്ലോ. KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി ബാലൻസ് ചെയ്യാൻ ഇപ്പുറത്തു നിന്ന് ഒരു ഈഴവ കമ്മ്യൂണിറ്റിക്കാരനെ കൊണ്ടുവന്നു നിർത്തിയതാണ്. ഇതെല്ലാം തെറ്റായ തീരുമാനങ്ങൾ മുഴുവൻ നടപ്പാക്കി ബാലൻസ് നിലനിർത്താൻ പറ്റിയതുമില്ല. അപ്പോൾ അവരെ സ്ഥാനാർത്ഥികളായിക്ക പൊന്നുപോലെ വൻ ഭൂരിപക്ഷത്തിൽ അവിടെ ജയിക്കും. അവരുടെ മണ്ഡലങ്ങളിൽ ഉറപ്പാണ്. കോന്നിയിൽ നിന്നാൽ 100 വട്ടം ജയിക്കും അടൂർ പ്രകാശ്. 100 എവിടെ നിർത്തിയാലും ജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. ഒരു പക്ഷേ കെ മുരളീധരനേക്കാളിലും വലിയ ഒരു ഗെയിം ചേഞ്ചറാണ് അദ്ദേഹം. കോന്നിക്ക് ഒരു വലിയ വികസനം ഉണ്ടായത് എല്ലാവരും അടൂർ പ്രകാശിന്റെ വളരെ നല്ല രീതിയിൽ വികസനം അവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കോന്നി അന്നത്തെ കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് വരെ വന്നതും കുങ്കിയാനായുടെ കാര്യം പറഞ്ഞു. കോന്നിയിൽ ഒരു ആനക്കൂട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊണ്ട്. ഇന്ന് കോന്നി ഒന്ന് കാണണം. പഴയ കോന്നിയല്ല ഇന്ന്. അല്ല, അത് അവിടെ ടൂറിസം സാധ്യതകൾ വളരെ വിപുലീകരിച്ചു പ്രകാശിന്റെ ഒരു കഴിവ്. ഇനി അതിമോഹത്തിൽ നിൽക്കുന്ന മറ്റൊരാളുണ്ട്, കൊടിക്കുന്നിൽ സുരേഷ്. അത്യാർത്തി പൂണ്ട് നിൽക്കുകയാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ജാതിക്കാർഡ് എടുക്കുന്ന ആളുമാണ്. അത്തരത്തിലുള്ള പുള്ളി അർഹിക്കുന്നുണ്ട്. വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ്. 8 തവണയോ 9 തവണയോ ആ പാർലമെന്റിലേക്ക് മാറിക്കൊടുക്കത്തില്ലല്ലോ ആർക്കും. അത് അദ്ദേഹത്തിനെ അവിടെ അല്ല നിർത്തേണ്ടത്. KPCC പ്രസിഡന്റ് സ്ഥാനത്തോ അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ പരിഗണിക്കുന്നില്ല? ഒരു പരിഗണനാ വിഷയമാണ്. അദ്ദേഹത്തിന്റെ ജാതി മോശമായതുകൊണ്ടല്ലേ കോൺഗ്രസ്സുകാരെ പരിഗണിക്കാത്തത്? നോക്കൂ, ഇപ്പൊ BJPയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതി പട്ടികവർഗത്തിൽ നിന്നുള്ള പ്രതിനിധികളുള്ളത്. BJPയാണ്. BJP നിങ്ങൾ എന്താ പറയുന്നത്, ബ്രാഹ്മണിക് ഹെഗമോണി എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന BJPയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതി വർഗ്ഗക്കാർ പ്രാതിനിധ്യത്തിന് ഉള്ളത്. അവരുടെ സ്ഥാനാർത്ഥി പട്ടിക ഇനി എടുത്തു നോക്കൂ. സ്ത്രീകൾക്കും പിന്നാക്ക വിഭാഗക്കാർക്കും ഏറ്റവും അധികം പ്രാതിനിധ്യം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ നമുക്ക് കാണാൻ കഴിയും. ഇത് ചുമ്മാതെ വാചകോടി മാത്രമേ ഉള്ളൂ കോൺഗ്രസിൻ്റേത്. അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം കേൾക്കുന്നത്, എൽദോസ് കുന്നപ്പള്ളിയെയും മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റിയാൽ ഉടൻ കുന്നപ്പള്ളി വിൻസെന്റിന്റെ കാര്യം എടുത്തിടും. അതാണ്. അതുകൊണ്ട് എൽദോസ് കുന്നപ്പള്ളി അങ്ങ് വിട്ടുകൊടുത്തിരിക്കുക, പോയി തോറ്റു വരട്ടെ ആണല്ലേ. തോറ്റു കൊടുക്കാൻ പറഞ്ഞ് നമുക്ക് മാങ്കൂട്ടത്തിൽ പെരുമ്പാവൂരല്ലേ? അതെ, പെരുമ്പാവൂരിൽ LDFന്റെ സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് തന്നെയാണെന്ന് തോന്നുന്നു. കേരള കോൺഗ്രസിന് കൊടുക്കാനുള്ള പരിപാടിയാണ് ഇവിടെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽദോസിന് കഴിഞ്ഞ തവണയും വലിയ ഭൂരിപക്ഷം ഒന്നും ഇല്ലായിരുന്നു. ഏതാണ്ട് 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തോൽക്കാനുള്ള കൂടുതൽ സാധ്യത, അപ്പൊ തോറ്റ് പിന്മാറട്ടെ എന്നായിരിക്കും. പക്ഷെ വിൻസെന്റ് അതല്ല. വിൻസെന്റ് മണ്ഡലത്തിൽ വളരെ ജനകീയ സ്വഭാവമുള്ള ഒരാളാണ്. ഇടതുപക്ഷം അത് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കാൻ കാര്യം ക്രിസ്തീയ ഭൂരിപക്ഷമുണ്ട്. മലയാറ്റൂരും ഒക്കെ തൊട്ടടുത്ത് വരുന്ന പ്രദേശങ്ങളാണല്ലോ. അങ്ങനെ ഒരു പ്രാധാന്യമുള്ള പ്രദേശമാണല്ലോ. അതുകൊണ്ടാണ് അത് വിട്ടുകൊടുക്കുന്നത്. അത് ചിലപ്പോൾ ജയിക്കാൻ അവർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ കേരള കോൺഗ്രസ് അതിൻ്റെ തട്ടകമായ പാലയിൽ നിന്നും അങ്ങ് വടക്കോട്ട് പോയി പെരുമ്പാവൂരും മറ്റു സ്ഥലങ്ങളിലും ആയിരിക്കും അവരിനി അവരുടെ സീറ്റുകൾ നിലനിർത്തുക എന്ന് തോന്നുന്ന ആ ഒരു ഘട്ടത്തിലാണ്. പാലാ മിക്കവാറും ഷോൺ ജോർജ് കൊണ്ടുപോകും. അത് വരുന്ന ഉടനെ അവർ വടക്കോട്ട് നീങ്ങുന്ന ഒരു കാഴ്ച. ഉണ്ടല്ലോ ഒരു മണ്ഡലമുണ്ട് തിരുവമ്പാടി അല്ലേ. അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരു മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. അവിടെയൊക്കെ ആയിരിക്കും ഇനി സാധ്യതകളുള്ളത്. CPMന് ഒരു സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് ഒരു അട്ടിമറി നടത്താൻ കഴിയുമെന്ന് തോന്നുന്നു. അതിൽ മാത്രമേ ഉള്ളൂ വിശ്വാസം. കേരളത്തിൻ്റെ മധ്യ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിലും അവർക്കുള്ള ആ പഴയ ശക്തിയൊന്നും ഇപ്പോൾ പ്രകടിപ്പിക്കാൻ. അപ്പൊ സുധാകരനും അടൂരിനും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നാലെ മറ്റുള്ള MP-മാരും ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള ശ്രമം നടത്തും. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അതിന് തയ്യാറെടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. KC വേണുഗോപാൽ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് വലിയൊരു വിഭാഗം ഇപ്പോൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. KCയെ മത്സരിപ്പിക്കരുതെന്ന് പറഞ്ഞ് വലിയ എതിർപ്പ്, ശക്തമായ എതിർപ്പ് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാതിരിക്കുന്നത്. ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയ പിളർപ്പെങ്കിലും കോൺഗ്രസിൽ ഉണ്ടാവാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ഇക്വേഷന് കംപ്ലീറ്റ് തെറ്റിച്ചിരുന്നു. K കരുണാകരൻ ലീഡറുണ്ടല്ലോ, അദ്ദേഹം ലീഡറിന് ഏത് കാലത്തും വിളിക്കാൻ പറ്റുകയാണ്. കാരണം ഇതിൻ്റെ ഇക്വേഷൻ കംപ്ലീറ്റ് സൂക്ഷിച്ചുകൊണ്ട് ഒരു പടലവിണക്കവും ഉണ്ടാക്കാത്ത രീതിയിൽ ലിസ്റ്റ് തയ്യാറാക്കാൻ കഴിവുള്ള ഒരു നേതാവ്. ഇന്ന് അത്തരം ഒരു നേതാവ് കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതിൻ്റെ ബഹളങ്ങളാണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിയായ തീരുമാനം എടുക്കാൻ കഴിവുള്ള ആരുമില്ല. അവനവൻ കോൺഗ്രസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.